നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 194, ചാപ്റ്റർ നമ്പർ 49. ഗുരുവില്ലാതെ മോക്ഷം സാധ്യമല്ല. ചോദ്യം: ഗുരുവില്ലാതെ നമുക്ക് ഭക്തി ചെയ്യാൻ കഴിയില്ലേ? ഉത്തരം: നമുക്ക് ഭക്തി ചെയ്യാം, പക്ഷേ അതൊരു വൃഥാശ്രമമായിരിക്കും. ചോദ്യം: ദയവായി കാരണം പറയൂ. ഉത്തരം: സൂക്ഷ്മവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരമാത്മാ നിയമമാണ്. कबीर, गुरु बिन माला फेरते, गुरु बिन देते दान, गुरु बिन दोनों निष्फल है, पूछो वेद पुराण. कबीर, राम कृष्ण से कौन बड़ा, उन्हों भी गुरु कीन्हा. तीन लोक के वे धनी, गुरु आगे आधीन. कबीर, राम कृष्ण बड़े तिन्हु पुर राजा, तिन गुरु बंद कीन्हा निज काजा. അർത്ഥം: ഗുരുവിനെ നേടാതെ നാമജപത്തിന്റെ മാല ചെയ്യുന്നതും ദാനം ചെയ്യുന്നതും ഇത് രണ്ടും വ്യർത്ഥമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വേദങ്ങളിലും പുരാണങ്ങളിലുമുള്ള തെളിവുകൾ കാണുക. ശ്രീമദ് ഭഗവത് 4 വേദങ്ങളുടെ സംഗ്രഹമാണ് ഗീത. ഗീത അധ്യായം 2 ശ്ലോകം 7 അർജുൻ ഇപ്രകാരം പ്രസ്താവിച്ചു: ഹേ ശ്രീകൃഷ്ണ, ഞാൻ നിങ്ങളുടെ ശിഷ്യനാണ്, ഞാൻ അങ്ങയുടെ ശരണത്തിലാണ്. ഗീത അധ്യായം 4 ശ്ലോകം 3 കാലബ്രം ശ്രീകൃഷ്ണജിയിൽ പ്രവേശിച്ചുകൊണ്ട് അർജുനനോട് പറഞ്ഞു: നീ എന്റെ ഭക്തനാണ്. ശ്രീരാമചന്ദ്രജി വസിഷ്ഠൻജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് പുരാണങ്ങളിൽ തെളിവുകളുണ്ട്. അദ്ദേഹം തന്റെ വ്യക്തിപരവും രാജകീയവുമായ കാര്യങ്ങളിൽ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഗുരു വസിഷ്ഠന്റെ അനുമതി തേടാറുണ്ടായിരുന്നു. ശ്രീകൃഷ്ണജി സന്ദീപ്നിജിയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണജിയുടെ ആത്മീയ ഗുരു ശ്രീ ദുർവാസ ഋഷിജി ആയിരുന്നു. പരമോന്നത ദൈവം കബീർജി നമ്മെ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീരാമനേക്കാളും ശ്രീകൃഷ്ണജിയേക്കാളും വലിയ, അതായത് കഴിവുള്ള ആരെയും നിങ്ങൾ പരിഗണിക്കുന്നില്ല. അവർ 3 ലോകങ്ങളുടെയും അധിപന്മാരായിരുന്നു. ഒരു ഗുരുവിനെ സമ്പാദിച്ചുകൊണ്ട് അവർ ഭക്തിയും ചെയ്തു. അവരുടെ മനുഷ്യജീവിതം വിജയകരമാക്കി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 195. ഒരു ഗുരുവിനെ നേടാതെ ആരെങ്കിലും ഭക്തി ചെയ്യുന്നുവെങ്കിൽ അവർ എത്രത്തോളം ശരിയാണെന്ന് ഇതിൽ നിന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ആരാധനാരീതി നിഷ്ഫലമാണ്. മറ്റുള്ളവരെ അനുകരിച്ചും കേട്ടുകേൾവികൾക്കനുസരിച്ചും ഗുരുവില്ലാതെ ചെയ്യുന്ന ഭക്തിയെ ലോകവേദ നാടോടിക്കഥ പ്രകാരം ഭക്തി എന്ന് വിളിക്കുന്നു. തത്വജ്ഞാനത്തിന് വിരുദ്ധമായ ഒരു പ്രദേശത്ത് പ്രബലമായ ഭക്തിയെക്കുറിച്ചുള്ള അറിവാണ് ലോകവേദിന്റെ അർത്ഥം. ലോകവേദത്തിനെ അടിസ്ഥാനമാക്കി ഈ ദാസ്, രാംപാൽ ദാസ്, ശ്രീ ഹനുമാൻജി, ബാബാ ശ്യാംജി, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീ ശിവജി എന്നിവരെയും ദേവന്മാരെയും ദേവതകളെയും ആരാധിച്ചിരുന്നു. ഹനുമാൻജിയുടെ ആരാധനയിൽ ഞാൻ ചൊവ്വാഴ്ച ഉപവാസം അനുഷ്ഠിക്കുകയും ബൂന്തി, അതൊരു മധുരപലഹാരമാണ്, ആ ഒരു മധുരപലഹാര പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ ശുദ്ധമായ നെയ്യിൽ കുതിർക്കുന്ന ചൂർമ കഴിക്കുകയും ഡാൽഡ, വനസ്പതി, നെയ്യിലുണ്ടാക്കിയ ബൂന്തി ബാബ ഹനുമാന് സമർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ മന്ത്രങ്ങൾ ചൊല്ലുമായിരുന്നു. ഉദാഹരണം: ഹരേ റാം ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ആരോ എന്നോട് പറഞ്ഞു: ओम नाम सबसे बड़ा, इससे बड़ा न कोई. ओम नाम का जाप करे तो शुद्ध आत्मा होए. ഇക്കാരണത്താൽ ഞാൻ ഓം നാമം ജപിക്കാൻ തുടങ്ങി. ഓം നമ ശിവായ്. ഞാൻ ശിവന്റെ ഈ മന്ത്രം ജപിക്കുമായിരുന്നു. ഓം ഭഗവതേ വാസുദേവായ നമഃ. ഞാൻ വിഷ്ണുവിന്റെ ഈ മന്ത്രം ഉരുവിടാറുണ്ടായിരുന്നു. തീർത്ഥാടനത്തിന് പോകുക, അവിടെ ദാനധർമ്മങ്ങൾ ചെയ്യുക, അവിടെ കുളിക്കുക, ഇവയെല്ലാം ഞാൻ ലോകവേ നാടോടിക്കഥകൾ അടിസ്ഥാനമാക്കി ചെയ്യുമായിരുന്നു. വീട്ടിൽ സന്തോഷത്തിന്റെ എപ്പിസോഡുകൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇതെല്ലാം സംഭവിക്കുന്നത് എന്റെ മുൻപ് പറഞ്ഞ ഭക്തി മൂലമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഉദാഹരണത്തിന്, ഒരു പരീക്ഷയിൽ വിജയിക്കുക, വിവാഹം കഴിക്കുക, ആൺമക്കളും പെൺമക്കളും ഉണ്ടാകുക, ജോലി നേടുക. സന്തോഷത്തിന്റെ ഈ എപ്പിസോഡുകളെല്ലാം മേൽപ്പറഞ്ഞ ആരാധനാ രീതി കൊണ്ടാണ് സംഭവിച്ചതെന്ന് ഞാൻ കരുതിയിരുന്നു. പരമോന്നത ദൈവം കബീർജി സൂക്ഷ്മവേദത്തിൽ പ്രസ്താവിച്ചു: कबीर, पीछे लग गया जाऊं था मैं लोक वेद के साथ, रास्ते में सतगुरु मिले, दीपक दीन्हा हाथ. ഈ ഉപാസകൻ ലോകവേദത്തെ അടിസ്ഥാനമാക്കി, അതായത് അടിസ്ഥാനരഹിതമായ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള ഭക്തി ചെയ്യുകയായിരുന്നു എന്നാണ് അർത്ഥം. ശാസ്ത്രഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ ആരാധനയുടെ പാതയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചിരുന്നത്. വഴിയിൽ, അതായത് ഭക്തിയുടെ പാതയിൽ, ഒരു ദിവസം ഞാൻ ഒരു തത്വദർശി സന്യാസിയെ കണ്ടെത്തി. വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വേദാധിഷ്ഠിത ആരാധനാ രീതിയുടെ ഒരു വിളക്ക് അദ്ദേഹം എനിക്ക് തന്നു. അതായത്
യഥാർത്ഥ വേദാധിഷ്ഠിത ആരാധനാ രീതിയെക്കുറിച്ച് അദ്ദേഹം എന്നെ ബോധവാനാക്കിയപ്പോൾ എന്റെ ജീവിതം പാഴാകാതെ രക്ഷപ്പെട്ടു. സദ്ഗുരു നൽകിയ തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചെയ്യുന്നത് തെറ്റായ ഭക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 16 ശ്ലോകം 23 വേദഗ്രന്ഥങ്ങളുടെ കൽപ്പനകൾ ഉപേക്ഷിച്ച് സ്വേച്ഛാധിഷ്ഠിതമായി പെരുമാറുന്ന ആരാധകർ സന്തോഷമോ ആത്മീയ വിജയമോ മോക്ഷമോ നേടാത്ത, അതായത് അവരുടെ ആരാധനാരീതി നിരർത്ഥകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഗീത അധ്യായം 16 ശ്ലോകം 24 ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്: അർജുന, അതുകൊണ്ട് എന്തു ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന അവസ്ഥയിൽ വേദഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് തെളിവാണ്. ഈ ദാസ് സന്ത് രാംപാൽ ദാസ് നടത്തിയിരുന്നതും ഹിന്ദു സമൂഹം മുഴുവൻ ചെയ്യുന്നതുമായ ഗീതയിലും വേദങ്ങളിലും പരാമർശിക്കാത്തതിനാൽ അതെല്ലാം വേദങ്ങൾക്ക് വിരുദ്ധമായ ഒരു ആരാധനാ രീതിയാണ്, ഉപയോഗശൂന്യമായത്. कबीर, गुरु बिन काहू न पाया ज्ञाना, जो थोता भूस छड़े मूड किसाना. कबीर, गुरु बिन वेद पढ़े जो प्राणी, समझे न सार रहे अज्ञानी. അതിനാൽ ഗുരുജിയിൽ നിന്ന് വേദങ്ങളെയും മറ്റു ഗ്രന്ഥങ്ങളെയും കുറിച്ചുള്ള അറിവ് നേടണം. അങ്ങനെ ശരിയായ വേദാധിഷ്ഠിത ആരാധനാ രീതി അനുഷ്ഠിക്കുന്നതിലൂടെ ഒരാളുടെ ജീവിതം ധന്യമാകും. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 196, ചാപ്റ്റർ നമ്പർ 50. സമ്പൂർണ്ണ ഗുരുവിന്റെ വാക്കിന്റെ ശക്തിയാൽ ഭക്തി സാധ്യമാണ്. ഗുരുജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം ഭക്തി ചെയ്യുന്നത് പ്രയോജനകരമാണ്. ഗുരുവിനെ നേടാതെ ഭക്തി ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല. ഉദാഹരണം: ഒരു രാജാവിന്റെ രാജ്ഞി ഉയർന്ന ധാർമ്മിക വിശ്വാസിയായിരുന്നു. പരമോന്നത ദൈവമായ കബീർജിയിൽ നിന്ന് അവൾ ഗുരുദീക്ഷ സ്വീകരിച്ചിരുന്നു. ഗുരുവിനെ ദർശിക്കാൻ അവൾ ദിവസവും പോകാറുണ്ടായിരുന്നു. രാജാവ് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഭാര്യയെ അവിടെ പോകുന്നത് തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം ഒന്നാമതായി അവൾ വളരെ ശക്തനായ ഒരു രാജാവിന്റെ മകളായിരുന്നു. രണ്ടാമതായി ഭാര്യ സന്തോഷവതിയായി കാണാൻ അവൻ ആഗ്രഹിച്ചു. ഒരു ദിവസം രാജാവ് ഭാര്യയോട് പറഞ്ഞു: നിനക്ക് ശല്യമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. രാജ്ഞി പറഞ്ഞു: ദയവായി പറയൂ. രാജാവ് പറഞ്ഞു: നിങ്ങൾ നിങ്ങളുടെ ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നു. ഗുരുവില്ലാതെയും ഭക്തി ചെയ്യാം. രാജ്ഞി പറഞ്ഞു: ഗുരുജി ഇല്ലാതെ ഭക്തി ചെയ്യുന്നത് പ്രയോജനകരമല്ലെന്ന് ഗുരുജി പറഞ്ഞിട്ടുണ്ട്. രാജാവ് പറഞ്ഞു: ഞാൻ നാളെ നിങ്ങളോടൊപ്പം പോയി നിങ്ങളുടെ ഗുരുജിയെ കാണും. ഞാൻ അദ്ദേഹത്തോട് ഇക്കാര്യം വ്യക്തമാക്കാം. രാജാവ് സന്യാസിയോട് ഒരു ചോദ്യം ചോദിച്ചു: ഗുരുവില്ലാതെ ഭക്തി സാധ്യമല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഭക്തി വിജയിക്കാത്തത്? നാമമന്ത്രങ്ങൾ ജപിക്കണം. ആളുകൾക്ക് പരസ്പരം ചോദിക്കാനും ജപിക്കാനും കഴിയും. അത് മതി. വിശുദ്ധൻ പറഞ്ഞു: രാജാവേ, താങ്കളുടെ പ്രസ്താവനയിൽ ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ രാജകൊട്ടാരത്തിൽ വരും. അതിന്റെ ഉത്തരം ഞാൻ അവിടെ പറയാം. നിശ്ചയിച്ച ദിവസം സന്യാസി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു. പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്നു. സന്തനിരിക്കാൻ പ്രത്യേകം കസാര വെച്ചിരുന്നു. ഉടൻ തന്നെ സന്ത് രാജാവിനെ ചൂണ്ടി അവിടെ ചെന്ന് അടുത്തു നിന്ന പടയാളികളോട് പറഞ്ഞു: അയാളെ അറസ്റ്റ് ചെയ്യൂ. പട്ടാളക്കാർ ഒട്ടും കുലുങ്ങിയില്ല. സന്ത് ഈ വാചകം 3 തവണ ആവർത്തിച്ചു: അറസ്റ്റ് ചെയ്യൂ എന്ന് ഉത്തരവിട്ടു. പക്ഷെ പട്ടാളക്കാർ അത് ചെയ്തില്ല. രാജാവ് സന്തനോട് ദേഷ്യപ്പെട്ടു: ഈ ശപിക്കപ്പെട്ട മനുഷ്യൻ എന്റെ രാജ്യം നേടുന്നതിനായി എന്റെ ഭാര്യയെ വഴിതെറ്റിക്കുകയായിരുന്നു. രാജാവ് ഒരിക്കൽ പറഞ്ഞു: പടയാളികളെ, അവനെ പിടികൂടൂ. രാജാവ് സന്തിന്റെ നേരെ ചൂണ്ടിക്കാണിച്ചു. ഉടനെ പട്ടാളക്കാർ സന്തനെ അറസ്റ്റ് ചെയ്തു. സന്ത് പറഞ്ഞു: രാജാവേ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സന്യാസിയെ ക്ഷണിച്ചതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തെ അനാദരിക്കുന്നു. ഇത് നല്ലതല്ല. രാജാവ് പറഞ്ഞു: നീ എന്ത് വിഡ്ഢിത്തമാണ് പറഞ്ഞത്? എന്നെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉത്തരവിടുകയായിരുന്നു. സന്യാസി പറഞ്ഞു: ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ഭക്തി ചെയ്യുന്നത് എന്തുകൊണ്ട് പ്രയോജനകരമാണ്? എന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുമെന്നായിരുന്നു നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം. രാജാവ് പടയാളികളോട് പറഞ്ഞു: അവനെ വിട്ടയക്കുക. പട്ടാളക്കാർ സന്തിനെ മോചിപ്പിച്ചു. സന്ത് പറഞ്ഞു: രാജാവേ, ഞാനും അതേ വാചകം ഉച്ചരിച്ചു. അയാളെ അറസ്റ്റ് ചെയ്യൂ. സൈനികർ കുലുങ്ങിയില്ല. നീയും അതേ വാചകം പറഞ്ഞു. ഉടനെ പടയാളികൾ എന്നെ പിടികൂടി. നിങ്ങളുടെ വാക്കിന് ഭരണത്തിന്റെ ശക്തിയുണ്ട്. എന്റെ വാക്കിന് ആത്മീയ ശക്തിയുണ്ട്. ഒരേ നാമമന്ത്രത്തിന്റെ ഭക്തി ചെയ്യാൻ നിങ്ങൾ ആരോടെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ മന്ത്രം പ്രവർത്തിക്കില്ല. അതേ മന്ത്രം ജപിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ അത് തൽക്ഷണം ഫലപ്രദമാകും. അതിനാൽ
ഉപദേശം സ്വീകരിച്ച ഉടൻ തന്നെ ആ സമ്പൂർണ്ണ സന്യാസി ഒരു ഭക്തനിൽ ഒരു ആത്മീയ പ്രക്രിയ ആരംഭിക്കുന്നു. അവളുടെ ആത്മാവിൽ ഭക്തി മുളയ്ക്കുന്നു. സൂക്ഷ്മവേദത്തിൽ ഇത് പ്രസ്താവിച്ചിട്ടുണ്ട്. സദ്ഗുരു പശു മാനുഷ് കരി ഡാരെ സിദ്ധി ദേ കർ ബ്രഹ്മ ബിചാരെ. അർത്ഥം: ഒന്നാമതായി സദ്ഗുരു ഒരു വ്യക്തിയെ ആവർത്തിച്ച് സത്സംഗം കേൾക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ അവനെ അല്ലെങ്കിൽ അവളെ സദ്ഗുണമുള്ള വ്യക്തിയാക്കുന്നു. കൂടാതെ ഒരുവൻ എല്ലാ ദുരാചാരങ്ങളും ഉപേക്ഷിക്കുന്നു. തുടർന്ന് നാമത്തിലൂടെ തന്റെ ഭക്തിയുടെ ശക്തി ശിഷ്യനിലേക്ക് പ്രവേശിപ്പിക്കുന്നതിലൂടെ അവൻ ശിഷ്യനിൽ ഈശ്വരാരാധനയെക്കുറിച്ചുള്ള ചിന്തകളെ ശക്തിപ്പെടുത്തുന്നു. അതിലൂടെ ഭക്തന്റെ ഭക്തിയുടെ താല്പര്യം അനുദിനം വർദ്ധിക്കുന്നു. അപ്പോൾ ആ വ്യക്തി ഒരു ദേവനായി മാറുന്നു. കബീർജി പറഞ്ഞു, കബീർ ബലിഹാരി ഗുരു ആപ്ന ഘരി ഘരി സौ सौ बार മാനുഷ് സെ ദേവതാ കിയ കരത് നാ लाई बार. അതിനാൽ അദ്ദേഹം പറഞ്ഞു, കബീർ ഗുരു ബിൻ മാല ഫേർത്തെ ഗുരു ബിൻ ദേത്തെ ദാൻ. ഗുരു ബിൻ ദോനോ നിഷ്ഫൽ ഹെ चाहे पूछो वेद पुराण. योग यज्ञ तप दान करावे गुरु विमुख फल कभी नहीं पावे. അർത്ഥം: ഗുരുവിനെ സ്വീകരിക്കാതെ മന്ത്രം ചൊല്ലാൻ ജപം ചെയ്യുകയും ദാനം നൽകുകയും ചെയ്താൽ ഇവ രണ്ടും നിഷ്ഫലമാണ്. ഈ തെളിവുകൾ വേദങ്ങളിലും പുരാണങ്ങളിലുമുണ്ട്. ദീക്ഷ സ്വീകരിച്ച ശേഷം ഗുരുവിനെ ഉപേക്ഷിച്ച് അതേ മന്ത്രങ്ങൾ ജപിക്കുകയും യാഗം, മതപരമായ ആചാരങ്ങൾ, ഹവൻ, ദീപം കൊളുത്തൽ, ദാനധർമ്മങ്ങൾ എന്നിവ നടത്തുകയും ചെയ്താൽ അതും വ്യർത്ഥമാണ് എന്നാണ് അവസാന വരിയുടെ അർത്ഥം. ആ വ്യക്തിക്ക് ഒരു പ്രയോജനവും ലഭിക്കില്ല. കബീർ താന്തെ സദ്ഗുരു ശരണ ലീജെ കപട് ഭാവ് സബ് ദൂർ കരീജെ. മറ്റു തെളിവുകൾ: कबीर गर्भयोगेश्वर गुरु बिना करते हरि की सेव. कहे कबीर बैकुंठ से छेड़ दिया सुखदेव. राजा जनक गुरु किया फिर किन्हीं हर की सेव. कहे कबीर बैंकुट में चले गए सुखदेव. അർത്ഥം: മുനി വേദവ്യാസ്ജിയുടെ പുത്രൻ സുഖ്ദേവ് തന്റെ മുൻജന്മത്തിന്റെ ശക്തിയാൽ പറന്ന് സ്വർഗത്തിൽ പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ശ്രീ വിഷ്ണുജിയുടെ ലോകത്തിൽ നിർമ്മിച്ച സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോവുകയായിരുന്നു. സ്വർഗത്തിന്റെ പ്രവേശന കവാടത്തിൽ അവിടെയുണ്ടായിരുന്ന ദ്വാരപാലകർ സുഖ്ദേവ് മഹർഷിയോട് ചോദിച്ചു, മുനി, നിങ്ങളുടെ ബഹുമാനനായ ഗുരുജിയുടെ പേര് ഞങ്ങളോട് പറയൂ. സുഖ്ദേവ്ജി പറഞ്ഞു, ഒരു ഗുരുവിന്റെ ആവശ്യം എന്താണ്? മറ്റുള്ളവർ ഒരു ഗുരുവിനെ നേടിയ ശേഷം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തന്നെ വളരെയധികം ശക്തിയുണ്ട്. ഞാനൊരു ഗുരു ഇല്ലാതെയാണ് വന്നത്. ദ്വാരപാലകർ അവനോട് പറഞ്ഞു, മുനി, ഇത് മുൻജന്മത്തിൽ സമാഹരിച്ച അങ്ങയുടെ ഭക്തിയുടെ ശക്തിയാണ്. ഗുരുവിനെ സമ്പാദിച്ച് നിങ്ങൾ വീണ്ടും ഭക്തി ചെയ്യുന്നില്ലെങ്കിൽ മുൻ ഭക്തി കുറച്ചു ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കൂ. നിങ്ങളുടെ മനുഷ്യജീവിതം നശിപ്പിക്കപ്പെടും. ഉദാഹരണത്തിന്, നിലവിൽ ഒരു ചാർജറുമായി ബന്ധിപ്പിച്ച് ഇൻവെർട്ടറുടെ ബാറ്ററി ചാർജ് ചെയ്തു. ചാർജർ നീക്കം ചെയ്താൽ അപ്പോഴും ഇൻവെർട്ടർ അതിന്റെ ചുമതല നിർവഹിക്കുന്നത് തുടരും. കാരണം അതിലുള്ള വൈദ്യുതി കുറച്ചു സമയത്തിന് ശേഷം അത് എല്ലാ ജോലികളും ചെയ്യുന്നത് നിർത്തുന്നു. ട്യൂബ് പ്രകാശിക്കുകയോ ഫാൻ പ്രവർത്തിക്കുകയോ ഇല്ല. അത് റീചാർജ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിനായി ഒരു ചാർജർ ആവശ്യമാണ്. ഗുരുവിനെ ചാർജറായും ദൈവത്തെ വൈദ്യുതിയായും കരുതുക. ഋഷി സുഖ്ദേവിന് തന്റെ സിദ്ധി, അമാനുഷിക ശക്തിയുടെ അഹംഭാവം ഉണ്ടായിരുന്നു. അത് മാനിക്കുവാൻ സമ്മതിച്ചില്ല. കാര്യം വിഷ്ണുദേവന്റെ അടുത്തെത്തി. ശ്രീ വിഷ്ണുജിയും ഇതു തന്നെ പറഞ്ഞു. ഋഷി, ആദ്യം ഒരു ഗുരുവിനെ നേടൂ, പിന്നെ ഇവിടെ വരൂ. സുഖ്ദേവ്ജി പറഞ്ഞു, ഭഗവാനെ, ഭൂമിയിൽ എനിക്ക് തുല്യനായി ആരുമില്ല. യോഗ്യനായ ഒരു ഗുരുവുമില്ല. ആരെയാണ് ഞാൻ എന്റെ ഗുരുവാക്കേണ്ടതെന്ന് ദയവായി എന്നോട് പറയൂ. ശ്രീ വിഷ്ണു പറഞ്ഞു, ജനകരാജാവിനെ നിങ്ങൾക്ക് ഗുരുവാക്കാം. ഇതും പറഞ്ഞ് ശ്രീ വിഷ്ണു തന്റെ കൊട്ടാരത്തിനകത്തേക്ക് പോയി. സുഖ്ദേവ് മുനി ഭൂമിയിൽ തിരിച്ചെത്തി. ജനകരാജാവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം അദ്ദേഹം നൽകിയ ഭക്തിമന്ത്രങ്ങൾ ജപിച്ചു. തുടർന്ന് മുനി സുഖ്ദേവിന് സ്വർഗത്തിൽ വസിക്കാൻ അനുവദിച്ചു. അതിനാൽ ഗുരുവിനെ നേടിയ ശേഷം ഭക്തി ചെയ്യുന്നതിലൂടെ മാത്രമേ വിജയം സാധ്യമാകൂ. ഗുരുവിനെ നേടാതെ ഭക്തി, ദാനധർമ്മങ്ങൾ മുതലായവ ചെയ്യുന്നത് വ്യർത്ഥമാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 198. ഗുരു പൂർണ്ണനായിരിക്കണം. വ്യാജ ഗുരുവിൽ നിന്ന് ഒരു പ്രയോജനവും ലഭിക്കുന്നതല്ല. ചോദ്യം: ഒരു സമ്പൂർണ്ണ ഗുരുവിന്റെ ഐഡന്റിറ്റി എന്താണ്? നാം ഏത് സന്യാസിയിൽ നിന്ന് ജ്ഞാനം കേൾക്കുന്നുവോ അദ്ദേഹത്തെ ഒരു സമ്പൂർണ്ണ സദ്ഗുരുവായി കണക്കാക്കുന്നു. ഉത്തരം: ഒരു ഗുരുവിന്റെ സവിശേഷതകൾ സൂക്ഷ്മ വേദിൽ പറഞ്ഞിട്ടുണ്ട്. गरीब सतगुरु के लक्षण कहो मधुरे बैन विनोद. 4 वेद 6 शास्त्र के 18 बोध. പരമാത്മാവ് കബീർജി സന്ത് ഗരീബ് ദാസ്ജിയെ ഗ്രാമം ചുഡാനി ജില്ല ജജർ ഹരിയാന കണ്ടുമുട്ടി.
അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ആത്മാവിനെ മുകളിലെ തന്റെ സത്യലോകത്തേക്ക്, ശാശ്വതമായ പരമമായ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി. എല്ലാ ഉന്നത തലങ്ങളും കാണിച്ചു കൊടുത്ത ശേഷം അദ്ദേഹം അവനെ ഭൂമിയിലേക്ക് തിരികെ അയച്ചു. സമ്പൂർണ്ണ ആധ്യാത്മിക വിജ്ഞാനം അദ്ദേഹത്തിന് പകർന്നു നൽകിയിരുന്നു. പരമോന്നത ദൈവം കബീർജി അദ്ദേഹത്തെ ബോധവൽക്കരിച്ചു, തന്റെ ജ്ഞാനയോഗം തുറന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സദ് ഗരീബ് ദാസ് ജി ഒരു ഗുരുവിന്റെ അന്തർലീനതയെക്കുറിച്ച് പറഞ്ഞു. യഥാർത്ഥ ഗുരു, അതായത് സദ്ഗുരു, അദ്ദേഹത്തിന്റെ വാക്കുകൾ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന അത്തരമൊരു അറിവ് നൽകുന്നു. സത്യത്തിൽ അധിഷ്ഠിതമായതിനാൽ അവ വളരെ ശ്രുതിമധുരമാണെന്ന് തോന്നുന്നു. കാരണം 4 വേദങ്ങളെയും എല്ലാ പവിത്ര ഗ്രന്ഥങ്ങളെയും കുറിച്ചുള്ള അറിവ് സദ്ഗുരു വ്യക്തമായി വിശദീകരിക്കുന്നു. പരമോന്നത ദൈവം കബീർജി ഇതേ തെളിവുകൾ സൂക്ഷ്മവേ കബീർ സാഗർ ജീവ് ധർമ്മബോധ് എന്ന അധ്യായത്തിൽ 1960 പേജിൽ നൽകിയിട്ടുണ്ട്. गुरु के लक्षण 4 बखाना। प्रथम वेद शास्त्र को ज्ञाना, दुजे हरि भक्ति मन कर्म बानी, तीजे समदष्टि करी जानी, चौथे वेद विधि सब कर्मा, ये 4 गुरु गुण जानो मर्मा. പരിഭാഷ: ഒരു യഥാർത്ഥ ഗുരുവിന് 4 പ്രധാന സ്വഭാവ സവിശേഷതകൾ ഉണ്ടെന്ന് പരമോന്നത ദൈവം കബീർജി പ്രസ്താവിച്ചിട്ടുണ്ട്. 1. ഗുരു എല്ലാ വേദങ്ങളും പവിത്ര ഗ്രന്ഥങ്ങളും ശരിയായി മനസ്സിലാക്കുന്നു. 2. ഗുരുവും മനസ്സ് കർമ്മ വാക്കുകൊണ്ട് ഭക്തി ചെയ്യുന്നു, അതായത് അദ്ദേഹത്തിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും വ്യത്യാസമില്ല. 3. മൂന്നാമത്തെ സവിശേഷത, അദ്ദേഹം എല്ലാ ശിഷ്യന്മാരോടും ഒരുപോലെ പെരുമാറുന്നു എന്നതാണ്. അദ്ദേഹം വിവേചനം കാണിക്കുന്നില്ല. 4. നാലാമത്തെ സ്വഭാവം, വേദങ്ങൾക്കനുസൃതമായി എല്ലാ ഭക്തി, അതായത് ആരാധന അദ്ദേഹം സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. എല്ലാവർക്കും 4 വേദങ്ങളെക്കുറിച്ച് അറിയാം. 1 ഋഗ്വേദ്, 2 യജുർവേദ്, 3 സാമവേദ്, 4 അഥർവവേദ്. കൂടാതെ 5ാമത്തെ വേദം സൂക്ഷ്മവേദമാണ്. ഈ വേദങ്ങളെല്ലാം വേദങ്ങളിൽ 4 വേദങ്ങൾ ഋഗ്വേദ്, യജുർവേദ്, സാമവേദ്, അഥർവവേദ്. വേദങ്ങളിൽ ജപത്തിന് ഓം എന്ന ഒരു മന്ത്രമേ ഉള്ളൂ. തെളിവ്: യജുർവേദം അധ്യായം 40 മന്ത്രം 15-17. മന്ത്രം 15: ജോലി ചെയ്യുമ്പോൾ ഓം നാമം മന്ത്രം ജപിക്കുക, പ്രത്യേക ആഗ്രഹത്തോടെ ജപിക്കുക, മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന കർത്തവ്യമായി കരുതി ജപിക്കുക എന്ന് മന്ത്രം 15 പറഞ്ഞിട്ടുണ്ട്. മരണം വരെ ഒരാൾക്ക് ഓം മന്ത്രം ജപിച്ചാൽ ലഭിക്കുന്ന അത്രയും അമരത്വം ലഭിക്കും. യജുർവേദ് 40 അധ്യായം 15 മന്ത്രം. യജുർവേദ അധ്യായം 40 മന്ത്രം 17 വേദത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നത് ബ്രഹ്മ മാത്രമാണെന്ന് പ്രസ്താവിക്കുന്നു. പൂർണ്ണമായ ദൈവം മറഞ്ഞിരിക്കുന്നു, പ്രകടമാകാത്തത്. അദ്ദേഹം എല്ലാവരുടെയും മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ അറിവ് തത്വദർശി സന്യാസിമാർക്ക് മാത്രമേ അറിയൂ എന്ന് യജുർവേദ അധ്യായം 40 മന്ത്രം 10 പരമാത്മാവിന്റെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. തുടർന്ന് യജുർവേദം 40 മന്ത്രം 17 അഹം ഘം ബ്രഹ്ം, ഞാൻ ബ്രഹ്മമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്റെ നാമം, എന്റെ മന്ത്രം ഓമാണ്. ഞാൻ മുകളിൽ ദിവ്യമായ ആകാശരൂപി ബ്രഹ്മലോകത്തിലാണ് വസിക്കുന്നത്. യജുർവേദം 40 അധ്യായം 17 മന്ത്രം. ഇതേ തെളിവ് ശ്രീദേവി മഹാപുരാണത്തിലുമുണ്ട്. ഗീതാ പ്രസ് ഗോരഖ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്. സചിത്ര മോട്ടോ ടൈപ്പ്, ഹിന്ദി മാത്രം. 7ാം സ്കന്ധം, പേജ് 562-563 ശ്രീദേവി ഹിമാലയ രാജാവിനോട് ഇങ്ങനെ പറയുന്നു: രാജാവേ, എങ്കിൽ നിനക്ക് നിന്റെ മോക്ഷം വേണമെങ്കിൽ എന്റെ ഭക്തിയടക്കം എല്ലാം ഉപേക്ഷിക്കുക. കേവലം ഓം മന്ത്രം മാത്രം ജപിക്കുക. ബ്രഹ്മ നേടുക എന്ന ലക്ഷ്യം വെക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ബ്രഹ്മ ലഭിക്കും. ബ്രഹ്മലോകം ദിവ്യമായ ആകാശത്തിലാണ് ആ ബ്രഹ്മ വസിക്കുന്നത്. വേദങ്ങളിൽ ജപിക്കാൻ ഓം എന്ന ഒരേ ഒരു മന്ത്രമേ ഉള്ളൂവെന്ന് ഇത് വ്യക്തമാക്കുന്നു. വേദങ്ങളുടെ സാരാംശമായ ശ്രീമദ് ഭഗവത്ഗീത അതിൽ 8ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശ്ലോകം 13 അത് ओमिति एकाक्षरम भ्रम व्याहन माम अनुस्मरन, यह प्रयाति त्यजन देहम सह याति परमाम गतिम. വിവർത്തനം: ഗീതാജ്ഞാനത്തിന്റെ ദാതാവായ ബ്രഹ്മ പറഞ്ഞു, ഓം ഈ ഒരു മന്ത്രം മാത്രമാണ് ഉള്ളതെനിക്ക്. ഒരു ഭക്തൻ അത് ജപിക്കുമ്പോൾ തന്റെ ശരീരം ഉപേക്ഷിച്ച് മരണശേഷം ഓം മന്ത്രം ജപിക്കുന്നതിലൂടെ ലഭിക്കുന്ന പരമഗതി പ്രാപിക്കുന്നു. അതായത് അവൻ ബ്രഹ്മലോകത്തേക്ക് പോകുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിലും വേദങ്ങളിലും ബ്രഹ്മാരാധനയ്ക്ക് ഓം അല്ലാതെ മറ്റൊരു മന്ത്രവുമില്ല. ഓം മന്ത്രം ജപിക്കുന്നത് വേദഗ്രന്ഥങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഗീതാവിജ്ഞാന ദാതാവ് വ്യക്തമാക്കി, അർജുന, എനിക്കും നിനക്കും നിരവധി ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭാവിയിലും ഉണ്ടാകും. എന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഋഷിമാർക്കും ദേവന്മാർക്കും അറിയില്ല.
ഗീതാധ്യായം ശ്ലോകം 2, 12, 4, 5, 10, 2. ഗീതാ ഭക്താവ് മർത്യനാണെന്നും അവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുവെന്നും ഇത് തെളിയിക്കുന്നു. അവന്റെ ഭക്തർ ജനനമരണ ചക്രത്തിൽ തുടരും. അതിനാൽ ബ്രഹ്മലോകത്തിലേക്ക് പോയ ഭക്തരും പുനർജന്മത്തിൽ തുടരുന്നുവെന്ന്, അതിനാൽ ഗീതാജ്ഞാനം നൽകുന്നയാൾ ഗീത 18-ാം അധ്യായം 62-ാം ശ്ലോകത്തിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: ഹേ ഭാരത, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ പരമാത്മാവിന്റെ അഭയത്തിൽ പോകാം. ആ പരമാത്മാവിന്റെ കൃപയാൽ മാത്രമേ നിങ്ങൾക്ക് പരമമായ ശാന്തിയും ശാശ്വത പരമമായ വാസസ്ഥലവും, അതായത് സത്യലോകവും ലഭിക്കും. പിന്നെ ഗീതാധ്യായം 15 4-ാം ശ്ലോകത്തിൽ തത്വദർശി ഗുരുവിൽ നിന്ന് തത്വജ്ഞാനം നേടുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആരാധന നടത്തുകയും ചെയ്ത ശേഷം ആ പരമാത്മാവിന്റെ ആ പരമമായ സ്ഥാനം എങ്ങനെ ലഭിക്കുമെന്ന് അന്വേഷിക്കണമെന്ന് ഗീതാജ്ഞാനദാതാവ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഭക്തർ ഈ ലോകത്തിലേക്ക് ഒരിക്കലും തിരിച്ചു മടങ്ങുന്നില്ല. ആ പരമാത്മാവിനെ മാത്രം ആരാധിക്കുക. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 200. ഗീത അധ്യായം 7 29-ാം ശ്ലോകത്തിൽ ഗീതാജ്ഞാനദാതാവ് പ്രസ്താവിക്കുന്നു: जरा मरण मोक्षाय माम आश्रित्य यतन्ति ये ते तत् ब्रह्मा विदुः कतस्नम अध्यात्मम कर्म चाखिलम. അർത്ഥം: ഗീതാജ്ഞാനദാതാവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാൻ നൽകിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ തത്വദർശികളായ സന്യാസിമാരിൽ നിന്ന് തത്വജ്ഞാനം നേടുന്നവർ, അതായത് ഞാൻ ഉപദേശിച്ചതുപോലെ വാർദ്ധക്യത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തരാകാൻ ശ്രമിക്കുന്നവർ, മരണവും തങ്ങളുടെ ഭക്തിക്ക് പകരമായി ലോകത്തിലെ വിലപ്പെട്ടൊരു വസ്തുവും ആഗ്രഹിക്കാത്തവർ, അവർക്ക് തത് ബ്രഹ്മ വിധു, ആ ബ്രഹ്മത്തെ, സമ്പൂർണ്ണ ആത്മീയതയെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് എല്ലാം അറിയാം. ഗീതാധ്യായം 8 ശ്ലോകം 1-ൽ അർജുൻ ചോദിക്കുന്നു: എന്താണ് തത്ബ്രം? ഗീതയെക്കുറിച്ചുള്ള അറിവ് നൽകുന്നയാൾ അതിന്റെ ഉത്തരം ഗീത 8-ാം അധ്യായം ശ്ലോകം 3-ൽ നൽകിയിട്ടുണ്ട്. അവൻ പറഞ്ഞു: അദ്ദേഹം പരമക്ഷർ ബ്രഹ്മാണ്. ഗീതാധ്യായം 8 ശ്ലോകങ്ങളിൽ 5-7 ഗീതയെക്കുറിച്ചുള്ള അറിവ് നൽകുന്നയാൾ തന്റെ ഭക്തി ചെയ്യാൻ ആവശ്യപ്പെടുകയും എന്റെ ഭക്തി ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്നെ പ്രാപിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. എന്റെ ഭക്തി ചെയ്യുന്നതിലൂടെ ജനന മരണ ചക്രം തുടരും. നിങ്ങളും പോരാടേണ്ടി വരും. നിങ്ങൾക്ക് പരമമായ സമാധാനം നേടാൻ കഴിയില്ല. അപ്പോൾ തന്നെ ഗീതാധ്യായം 8 ശ്ലോകം 8, 9, 10 ഗീതാജ്ഞാനദാതാവ് ഇപ്രകാരം പ്രസ്താവിച്ചു: ഭാരത, ബ്രഹ്മ, അതായത് പരമക്ഷര ബ്രഹ്മ പൂജിക്കുന്നവൻ ആ സച്ചിദാനന്ദ ഘൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു, അതായത് വേറെ പുരുഷനെ പ്രാപിക്കുന്നു, ഞാനല്ലാതെ മറ്റൊരു ദിവ്യ പരമേശ്വരൻ. അതുപോലെ പരമക്ഷര ബ്രഹ്മത്തിന്റെ മഹത്വം ഗീതാധ്യായം 15 ശ്ലോകം 17-ൽ വിവരിച്ചിട്ടുണ്ട്. ഗീതാധ്യായം 15 ശ്ലോകം 16-ൽ 2 ദൈവങ്ങളെ പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന് ക്ഷരപുരുഷൻ, 21 ബ്രഹ്മാണ്ഡങ്ങളുടെ അധിപൻ, ഗീതയുടെ വക്താവാണ് അദ്ദേഹം. രണ്ടാമത്തേത് 7 സംഘ് ബ്രഹ്മാണ്ഡങ്ങളുടെ അധിപനായ അക്ഷരപുരുഷാണെന്ന് പറയപ്പെടുന്നു. ഇവ രണ്ടും നാശമാണെന്ന് പറയപ്പെടുന്നു. അവരുടെ ലോകങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളും മർത്യരാണെന്ന് പറയപ്പെടുന്നു. ഗീത അധ്യായം 15-ാം ശ്ലോകം 17-ൽ ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്: उत्तम पुरुषा तु अन्यः परमात्मा इति उदाहृता यह लोकत्रयम् आविश्य विभर्ति अव्यय ईश्वरा. പരിഭാഷ: ഉത്തമ പുരുഷൻ, അതായത് പുരുഷോത്തം, അതായത് പരമ അക്ഷരബ്രഹ്മ എന്നത് മുകളിൽ സൂചിപ്പിച്ച ക്ഷരപുരുഷനും പരമാത്മാവെന്ന് വിളിക്കപ്പെടുന്ന അക്ഷരപുരുഷനുമല്ല. 3 ലോകങ്ങളിൽ പ്രവേശിച്ച് അക്ഷരപുരുഷന്റെ 21 ബ്രഹ്മാണ്ഡം, 1 ലോകവും 7 സംഖ്യന്റെ റാം ലോകവും അക്ഷരപുരുഷന്റെ ബ്രഹ്മാണ്ഡങ്ങൾ ആണ്. ഇതിന് മുകളിൽ ഉയർന്ന 4 ലോകങ്ങൾ സത്യലോക്, അലഗ്ലോക്, അഘംലോക്, അനാമിലോക് ഉണ്ട്. അത് 3-ാം ലോകവും ഈ രീതിയിൽ രൂപം കൊണ്ട് 3 ലോകങ്ങളെയും എല്ലാവരെയും പോഷിപ്പിക്കുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ അനശ്വര പരമാത്മാവാണ്. ഗീത അധ്യായം 17-ാം ശ്ലോകം 23-ൽ ഈ പരമക്ഷര ബ്രഹ്മം നേടുന്നതിനുള്ള മന്ത്രങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു. ओम तत्सत् इति निर्देश ब्राह्मणः त्रिविधः स्मृता ब्राह्मणाः तेन वेदाः यज्ञाः च विहिता पुरा. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 201. ബ്രാഹ്മണ, സച്ചിദാനന്ദ ഘൻ ബ്രഹ്മ, അതായത് പരം അക്ഷർ ബ്രഹ്മ, പരമക്ഷര ബ്രഹ്മത്തിന്റെ ഭക്തിയുടെ മന്ത്രങ്ങൾ, അതായത് പരമേശ്വരന്റെ ആ പരമമായ സ്ഥാനം നേടുന്നതിനുള്ള മന്ത്രങ്ങൾ പരാമർശിച്ചിരിക്കുന്നു.
അവിടെ പോയ ആരാധകർ ഒരിക്കലും ഈ ലോകത്തിലേക്ക് മടങ്ങി വരില്ല. അവിടെ അവർ പരമമായ സമാധാനം പ്രാപിക്കുന്നു. അത് ശാശ്വത പരമമായ വാസസ്ഥലമാണ്. സനാതന പരംധാം. ഓം അതായത് ബ്രഹ്മിന്റെ മന്ത്രമാണ് ഓം, അതായത് ക്ഷരപുരുഷ് ദൃശ്യമാണ്. തത് ഇതാണ് അക്ഷരപുരുഷന്റെ പാരായണ മന്ത്രം. ഈ മന്ത്രം അതായത് തത് ഗുപ്തമാണ്. സൂക്ഷ്മവേദത്തിലാണ് യഥാർത്ഥ മന്ത്രം പരാമർശിച്ചിരിക്കുന്നത്. ഈ മന്ത്രം ദീക്ഷയുടെ സമയത്ത് മാത്രം വെളിപ്പെടുന്നു, അത് മറ്റാരോടും വെളിപ്പെടുത്തില്ല. സത് ഇതാണ് പരം അക്ഷര ബ്രഹ്മനുള്ള മന്ത്രം. ഇതും ഗുപ്തമാണ്. ദീക്ഷയുടെ സമയത്ത് മാത്രം അത് വെളിപ്പെടുത്തുന്നു. സൂക്ഷ്മവേദത്തിലാണ് യഥാർത്ഥ മന്ത്രം എഴുതിയിരിക്കുന്നത്. ഈ തെളിവും സാമവേദ മന്ത്രത്തിലുണ്ട്. 822 3 നാമങ്ങൾ അതായത് മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ സമ്പൂർണ്ണ മോക്ഷത്തെ പ്രാപിക്കുന്നു. മന്ത്രം നമ്പർ 822 സാമവേദം ഉദാർച്ചിക് അധ്യായം 3 ഗൺ നമ്പർ 5 ശ്ലോകം നമ്പർ 8. വിവർത്തനം ചെയ്തത് സൻ രാംപാൽ ദാസ്. मनीषिभ्यः पवते पूर्व्या कविभिर्यतः परिकोशा अस्य शिदत् त्रितस्य नाम जन्यन्मधुक्षरन्निन्द्रस्य वायून् सख्याय वर्धन्. വിവർത്തനം: പൂർവയാ ശാശ്വതൻ അതായത് ആദ്യം പ്രത്യക്ഷപ്പെട്ട, ഖവീർ നബ്രം പരമോന്നത പരമാത്മാവ് കബീർ ഒരു മനുഷ്യരൂപം നേടിക്കൊണ്ട്, അതായത് ഒരു ഗുരു. മനീഷീബി ജ്ഞാനീ ഭക്തനായി, ത്രീ പ്രത്യക്ഷപ്പെട്ട്, 3 നാം മന്ത്രം നൽകുന്നു, അതായത് ദീക്ഷ, പൗത്തെ പാപങ്ങളിൽ നിന്ന്, അതായത് ജനയൻ ജനനത്തെയും ക്ഷരൻ മരണത്തിൽ നിന്ന് ന ശുദ്ധീകരിക്കുന്നതിലൂടെയും, തസ്യ അവന്റെ നിധിയിൽ നിന്ന്, കോശൻ വിധി അനുസരിച്ച് നിശ്ചിത സംഖ്യകളിലുള്ള ജീവശ്വാസങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു. സഖ്യായ് സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭരിക്കുക, പരി പൂർണമായും, വർദ്ധയൻ വർദ്ധിക്കുന്നു, യത് അതിന്റെ ഫലമായി, പരമദൈവത്തിന്റെ, മധു യഥാർത്ഥ സന്തോഷം, അശിഷിദത്ത് അവന്റെ അനുഗ്രഹത്താൽ അവനെ പ്രാപിക്കുവാൻ സഹായിക്കുന്നു. വിവർത്തനം: മനുഷ്യരൂപം ധരിച്ച്, അതായത് ഗുരുവായി അവതരിച്ച് 3 മന്ത്രങ്ങൾ നൽകി. ജ്ഞാനിയായ ഭക്തന് ദീക്ഷ നൽകി. പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അവനെ ശുദ്ധീകരിക്കുന്നതിലൂടെ നിത്യപരമാത്മാവായ കബീർ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നു. ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും അവനെ മോചിപ്പിക്കുകയും സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ നിധിയിൽ നിന്ന് വിധി അനുസരിച്ച് വെച്ചിരിക്കുന്ന അവന്റെ എണ്ണാവുന്ന ജീവശ്വാസങ്ങളെ പൂർണ്ണമായും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി അവൻ തന്റെ അനുഗ്രഹത്താൽ പരമാത്മാവിന്റെ യഥാർത്ഥ സന്തോഷം അവനെ പ്രാപിക്കുന്നു. അദ്ദേഹം ആരാധിക്കുന്നവന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. ഓം തത് സത് ഇതി നിർദ്ദേശ് ബ്രഹ്മ ത്രിവിധ സ്മൃത എന്നതിന് ഗീതാധ്യായം 17 ശ്ലോകം 23 ഇതേ തെളിവുണ്ട്. ഓം 1 തത് 2 സത് 3 സമ്പൂർണമായ പരമാത്മാവിനെ പ്രാപിക്കാൻ ഈ മന്ത്രം ചൊല്ലാനുള്ള ദിശയുണ്ടെന്നാണ് അർത്ഥം. തത്വദർശി സന്യാസിയിൽ നിന്ന് ഈ നാമം നേടുക. ഗീതാധ്യായം 4 ശ്ലോകം 34 ഒരു തത്വദർശി സന്യാസിയെക്കുറിച്ച് പരാമർശമുണ്ട്. കൂടാതെ ഗീത 15 അധ്യായം 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ തത്വദർശി സന്യാസിയുടെ ഐഡന്റിറ്റി നൽകിയിട്ടുണ്ട്. കൂടാതെ തത്വജ്ഞാനത്തെ, അതായത് യഥാർത്ഥ ആത്മീയ അറിവിനെ അറിഞ്ഞതിന് ശേഷമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു തത്വദർശി സന്യാസി പരമാത്മാവിന്റെ ആ പരമോന്നത സ്ഥലം അന്വേഷിക്കണം. അവിടെ പോയാൽ ഭക്തർ ഈ ലോകത്തിലേക്ക് മടങ്ങി വരുന്നില്ല, അതായത് അവർ പൂർണ്ണമായും മോചിതരാകുന്നു. ആ സമ്പൂർണ്ണ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ആ ലോകം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൻ രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 202. പ്രധാനമായി പൂർണ്ണമായ ആ പരമേശ്വരനെ മാത്രമേ ആരാധിക്കപ്പെടാൻ യോഗ്യനാണെന്ന് 4 പവിത്ര വേദങ്ങൾ പോലും വ്യക്തമാക്കുന്നുണ്ടെന്ന് മുകളിൽ സൂചിപ്പിച്ച വിവരണത്തിൽ നിന്ന് വ്യക്തമായി. കബീർദേവും എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. 3 മന്ത്രങ്ങൾ ചൊല്ലിയാൽ മാത്രമേ പൂർണ്ണമായ മോക്ഷം ലഭിക്കൂ. ഈ 3 മന്ത്രങ്ങളാൽ ആ സ്ഥാനം നേടിയെടുക്കുന്നു. അവിടേക്ക് പോയിട്ട് ഭക്തർ ഒരിക്കലും ഈ ലോകത്തിലേക്ക് മടങ്ങി വരില്ല എന്നതിന് 4 വേദങ്ങളുടെ സാരാംശമായ ശ്രീമദ് ഭഗവത്ഗീതയിൽ തെളിവുകളുണ്ട്. അത് ശാശ്വതമായ പരമമായ വാസസ്ഥലമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് പരമമായ സമാധാനം ലഭിക്കുന്നു. 3 നാമങ്ങളുടെയും ഈ അമൂല്യമായ മന്ത്രം ഗുപ്തമാണ്, അതായത് വേദങ്ങളിലും ഗീതയിലും സൂചിപ്പിക്കുന്നത്. അതിനാൽ 4 വേദങ്ങളും ഗീതയും അനുസരിച്ച് സാധന ചെയ്യാതെ ആ സ്ഥലവും ദൈവവും നേടാനാവില്ല. അതിനാൽ ഗീതാധ്യായം 4 ശ്ലോകം 32 34 ബ്രഹ്മണാമുഖ്യേ സച്ചിദാനന്ദഘൻ ബ്രം, അതായത് പരം അക്ഷരബ്രം തന്റെ മുഖകമലത്തിൽ നിന്ന് ഉച്ചരിച്ച് യാഗങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ്, അതായത്
ധർമ്മപരമായ ആചാരങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് പകർത്തുന്നുവെന്ന് ഗീതാവിജ്ഞാന ദാതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. സച്ചിദാനന്ദ ഘൻ ബ്രഹ്മിന്റെ വാണി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. തത്വജ്ഞാനമെന്നും സൂക്ഷ്മ വേദെന്നും ഇതിനെ വിളിക്കുന്നു. അതറിഞ്ഞതിനു ശേഷം ഒരുവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു. എല്ലാ മന്ത്രങ്ങളും ഭക്തിയുടെ രീതിയും അതിൽ വിവരിച്ചിട്ടുണ്ട്. ഗീതാ അധ്യായം 4 ശ്ലോകം 32, ഗീതാധ്യായം 4 ശ്ലോകം 34. തത്വദർശി ഗുരുവിന്റെ അടുത്തുപോയി തത്വജ്ഞാനം, യഥാർത്ഥ ആത്മീയ അറിവ് മനസ്സിലാക്കുക. അവരുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് കാപട്യം കൂടാതെ വിനയത്തോടെ ചോദ്യം ചോദിച്ച് പരമാത്മാവിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ആ മഹാത്മാക്കൾ നിങ്ങൾക്ക് തത്വജ്ഞാനം ഉപദേശിക്കും. ഗീതാധ്യായം 4 ശ്ലോകം 34. പ്രിയമാന്യരെ, ആ തത്വദർശി സന്താണ് ഈ ദാസ്, സന്ത് രാംപാൽ ദാസ്. ആ തത്വജ്ഞാനം എന്റെ പക്കൽ ലഭ്യമാണ്. ഇപ്പോൾ എനിക്കൊഴികെ മറ്റാരുടെയും പക്കൽ അത് ലഭ്യമല്ല. ലോകത്തിലെ മനുഷ്യ ജനസംഖ്യ ഏകദേശം 7 ബില്യണാണ്. ഈ കോടാനുകോടി മനുഷ്യരിൽ ഈ അറിവ് അറിയുന്നവരായ ആരുമില്ല. ഗീത 7-ാം അധ്യായത്തിൽ 12 മുതൽ 15 വരെയുള്ള ശ്ലോകം ഗീതയെക്കുറിച്ചുള്ള അറിവ് നൽകുന്നയാൾ പ്രസ്താവിച്ചിരിക്കുന്നത് 3 ഗുണങ്ങളെ, രജോ ഗുൺ ബ്രഹ്മാവ്, സദ്ഗുൺ വിഷ്ണു, തമോ ഗുൺ ശിവൻ, 3 ഗുണങ്ങളെ എന്നിവരെ ആരാധിക്കുന്നവർക്ക് 1 പൈശാചിക സ്വഭാവം, 2 ഏറ്റവും താഴ്ന്നത് മനുഷ്യരുടെ ഇടയിൽ, 3 ദുഷ്പ്രവർത്തിക്കാർ, 4 എന്നെ ആരാധിക്കാത്ത വിഡ്ഢികൾ. പിന്നെ ഗീതാജ്ഞാനം നൽകുന്ന വക്താവ് ഗീതാധ്യായം 7 ശ്ലോകം 16 മുതൽ 18 വരെയുള്ള തന്നെ ആരാധിക്കുന്നവരുടെ അവസ്ഥ വിവരിച്ചിട്ടുണ്ട്. 4 തരം ആളുകൾ: 1 ആർത്ത്, 2 അർത്ഥാർത്ഥി, 3 ജിജ്ഞാസു, 4 ജ്ഞാനി എന്നെ ആരാധിക്കുന്നു. ഇവരിൽ ഏറ്റവും മികച്ചത് ജ്ഞാനി ഉപാസകൻ മാത്രമാണ്. പക്ഷെ തത്വജ്ഞാനം ഇല്ലാത്തതിനാൽ അവൻ പോലും എന്റെ, അതായത് ബ്രഹ്മിന്റെ അനുത്തമത്തിൽ, അതായത് മോശമായ മോക്ഷത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഗീത അധ്യായം 7 ശ്ലോകം 19 ഗീതയെക്കുറിച്ചുള്ള അറിവ് നൽകുന്നയാൾ ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്: എന്റെ ആരാധന പോലും പല ജന്മങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ജന്മത്തിൽ ജ്ഞാനി, അതായത് അറിവുള്ള ഒരു ആത്മാവ് വളരെ അപൂർവമായി മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ മറ്റു മതപരമായ ആചാരങ്ങളിൽ മാത്രം മുഴുകിയിരിക്കും. വാസുദേവൻ, അതായത് സർവ്വഗതം ബ്രഹ്മ മാത്രമാണ് എല്ലാം എന്ന് പറയുന്ന മഹാത്മാവ് വളരെ വിരളമാണ്. അദ്ദേഹത്തിന്റെ ഭക്തിയാൽ മാത്രമേ പരമമായ ശാന്തിയും പരമമായ വാസസ്ഥലവും ലഭിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭക്തിയാൽ മാത്രം ആ പരമമായ അവസ്ഥ സ്ഥാനം കൈവരിക്കുന്നു. അവിടെ പോയ ആരാധകർ ഒരിക്കലും ഈ ലോകത്തിലേക്ക് മടങ്ങി വരില്ല. ആ പരം അക്ഷര ബ്രഹ്മാണ് എല്ലാറ്റിന്റെയും സൃഷ്ടാവ്. ലോകങ്ങളിൽ പ്രവേശിച്ച് എല്ലാവരെയും പോഷിപ്പിക്കുന്ന ലോകസമാനമായ വൃക്ഷത്തിന്റെ വേര് അദ്ദേഹം മാത്രമാണ്. അദ്ദേഹം പാപങ്ങളെ നശിപ്പിക്കുന്നവൻ മാത്രമാണ്. അദ്ദേഹം മാത്രമാണ് പൂർണ്ണമോക്ഷത്തിന്റെ ദാതാവ്. അദ്ദേഹത്തെ മാത്രമേ ആരാധിക്കാവൂ. പ്രിയ വായനക്കാരെ, നിലവിൽ ആ തത്വദർശി സന്താണ് ഈ ദാസ്, അതായത് സന്ത് രാംപാൽ ദാസ്. എല്ലാ വേദങ്ങളിലും പവിത്ര ഗ്രന്ഥങ്ങളിലും എനിക്ക് അറിവുണ്ട്. വാസുദേവന്റെ ഭക്തിയുടെ എല്ലാ മന്ത്രങ്ങളും എന്റെ പക്കലുണ്ട്. ഇനി വാസുദേവ് എന്നതിന്റെ നിർവചനം പറയാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 203 ആണ്.